നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആവേശം അടക്കാനാവാതെ റോഡ്രിഗോ തൻ്റെ ട്വിറ്ററിൽ കുറിച്ചു വാമോസ്. ഒപ്പം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ നെയ്മർ ജൂനിയറുടെ ചിത്രമിട്ടുകൊണ്ട് ഒരു ക്രൗണിൻ്റെ സിമ്പിൾ അങ്ങ് വെച്ച് കൊടുക്കുന്നു. പോരാ, സാൻഡോസ് നെയ്മറുടെ ഗോള് ട്വീറ്റ് ചെയ്തത്, ട്വീറ്റ് എന്നല്ല എക്സാണ്, എന്തായാലും ട്വീറ്റ് ചെയ്തത് അദ്ദേഹം വീണ്ടും ഷെയർ ചെയ്യുന്നു. യെസ്, ആവേശത്തിൻ്റെ പരകോടിയിലാണ് റോഡ്രിഗോ ഗോസ് ഉള്ളത്. തൻ്റെ പ്രിയപ്പെട്ട ക്ലബിൽ തൻ്റെ ഐഡലായിട്ടുള്ള നെയ്മർ ജൂനിയർ ഗോൾ അടിച്ചിരിക്കുന്നു. കീ ആയിട്ടുള്ളൊരു ഗോളാണ്, ഡിസിസീവായിട്ടുള്ള ഗോളാണ്. പല മാനങ്ങളുണ്ട്. ഈ ഒരു ഗോളിനെ എന്തുകൊണ്ട് ഇത്ര വാഴ്ത്തി പറയുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവും. റോഡ്രിഗോക്ക് നന്നായിട്ടറിയാം ഈ ഗോളിൻ്റെ പ്രാധാന്യം. പരിക്കും പ്രശ്നങ്ങളും ഒക്കെയായിട്ട് നിൽക്കുകയാണ് നെയ്മർ. അപ്പോഴാണ് ബ്രസീലിയറോ സീരിയയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച എതിരാളികൾക്ക് നേരെ കളിക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് നെയ്മർ ജൂനിയർ തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന് തെളിയിച്ചുകൊണ്ടുള്ളൊരു പ്രകടനം നടത്തുന്നതും കളിയുടെ അവസാന ഘട്ടത്തിലൊരു മാന്ത്രിക ഗോൾ നേടുന്നതും. ഒരു നെയ്മർ ആരാധകൻ, ഒരു നെയ്മറുടെ സുഹൃത്ത്, നെയ്മറുടെ ക്ലബിലൂടെ തന്നെ വളർന്നു വന്ന റോഡ്രിഗോ ആവേശത്തോടെ വാമോസ് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. യെസ്, റോഡ്രിഗോ കുറിക്കുന്നു വാമോസ്. പിന്നാലെ അദ്ദേഹം നെയ്മർ ജൂനിയറുടെ ഗോള് വന്നതിനെക്കുറിച്ചുള്ള സാൻഡോസിൻ്റെ ആ ഒരു പോസ്റ്റ് അദ്ദേഹവും പങ്കുവെക്കുന്നു. ഒരു രാജകുമാരൻ്റെ സ്റ്റണ്ണർ പിറന്നിരിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. രാജകുമാരൻ്റെ സ്റ്റണ്ണർ പിറന്നിരിക്കുന്നു. യെസ്, സാൻഡോസ് അങ്ങനെയാണ് നെയ്മറെ വിശേഷിപ്പിക്കുന്നത്. രാജകുമാരൻ, രാജാവ് പെലെ, രാജകുമാരൻ നെയ്മർ. രാജകുമാരൻ്റെ സ്റ്റണ്ണർ പിറന്നിരിക്കുന്നു. നെയ്മർ ജൂനിയർ ഇതാ ഗോൾ സ്കോറിംഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. വാട്ട് എ ഗോൾ എന്നവർ കുറിക്കുന്നു. യെസ്, വാട്ട് എ ഗോൾ. ഗുയർമയിൽ നിന്ന് ആ പന്ത് ലഭിക്കുമ്പോൾ പെനാൽറ്റി ബോക്സിൽ നെയ്മർക്ക് ചുറ്റും 2-3 എതിർ ഡിഫൻഡർമാരുണ്ടായിരുന്നു. അവരെ മനോഹരമായ നീക്കത്തിലൂടെയും ടച്ചിലൂടെയും കബളിപ്പിച്ച് കടന്നിട്ടാണ് അദ്ദേഹം ആ ഗോൾ നേടുന്നത്. പിന്നെ എങ്ങനെ റോഡ്രിഗോ ഗോസ് വാമോസ് വിളിക്കാതിരിക്കും? കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നീട് നെയ്മറുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു കിരീടവും അങ്ങ് ചാർത്തി കൊടുത്തു. എന്തായാലും നെയ്മർ മടങ്ങി വരുന്നതിൻ്റെ സന്തോഷം ആരാധകർക്ക് മാത്രമല്ല റോഡ്രിഗോയെ പോലുള്ള താരങ്ങൾക്കുമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാൻഡോസിലൂടെ വളർന്നു വന്നയാളാണ് റോഡ്രിഗോ. അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് 2011 സാൻഡോസിലാണ്. സീനിയർ കരിയർ ആരംഭിക്കുന്നത് 2017 സാൻഡോസിലാണ്. 2019 അദ്ദേഹം റയലിലേക്ക് ചേക്കേറുന്നത്. എന്തായാലും ഇപ്പോൾ റയലിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയർ ഇനി എങ്ങോട്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.